ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓൺലൈൻ സീരീസിൻ്റെ 30ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് DLT രജിസ്ട്രേഷനെ കുറിച്ചും DLT രജിസ്ട്രേഷൻ എങ്ങനെ എടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു SMS മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യാം, അതിൻ്റെ ടൂൾസ് എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നോക്കാം. sms.moplet.com എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു സൈറ്റ് ലിങ്ക് നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഇവിടത്തേക്ക് ഞാൻ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യാണ്. എൻ്റർ ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ നമ്മൾക്ക് സെക്യൂരിറ്റി ചെക്ക് വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം. എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് വെച്ചാൽ പ്രോപ്പറായിട്ട് നമ്മൾക്ക് OTP വരും. OTP നമ്മൾ ഇതിലേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് OTP എൻ്റർ ചെയ്ത് നമ്മൾ ഇതിൽ പാനലിൽ ലോഗിൻ ചെയ്യാം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ക്ലയൻറ്റിൻ്റെ പാനലാണ്. ഡാഷ്ബോർഡ് എന്നുള്ള ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞ് വെച്ചാൽ നമ്മൾക്കിപ്പോൾ കറൻ്റ്ലി എത്ര SMS കൗണ്ട് ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണിക്കും. ഇതിൽ പ്രൊമോഷണൽ റൂട്ടും ട്രാൻസാക്ഷണൽ റൂട്ട് രണ്ട് റൂട്ടാണ് നമുക്കുള്ളത്. പ്രൊമോഷണൽ റൂട്ട് എന്ന് പറഞ്ഞാൽ ഈ ഓഫേഴ്സും ഒക്കെ അയച്ചു കൊടുക്കാനായിട്ടാണ് നമ്മൾ ഈ പ്രൊമോഷണൽ റൂട്ട് യൂസ് ചെയ്യുന്നത്. പ്രൊമോഷണൽ റൂട്ടിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ രാവിലെ 9 മണി ടു വൈകിട്ട് 9 മണി വരെ മാത്രമേ നമുക്ക് SMS ക്യാമ്പയിൻ നമുക്ക് റൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതേപോലെ തന്നെ നോൺ DND നമ്പേഴ്സിലോട്ട് മാത്രമേ SMS പോകുള്ളൂ. DND നമ്പറിലോട്ട് SMS ഡെലിവർ ആവില്ല. നേരെ മറിച്ച് ട്രാൻസാക്ഷണൽ റൂട്ട് എന്ന് പറഞ്ഞാൽ അലേർട്ട് മെസ്സേജസ്, OTP, അതേപോലെ തന്നെ അത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രാൻസാക്ഷണൽ റൂട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷണൽ റൂട്ട് എന്ന് പറഞ്ഞാൽ 24/7 വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ DND നമ്പർ ആണെങ്കിൽ പോലും അവർക്ക് SMS റിസീവ് ആവും. അതേപോലെ തന്നെ നമ്മൾ SMS അയക്കുന്ന സമയത്ത് നമ്മൾക്ക് സെൻഡർ IDയിലൂടെയാണ് നമ്മൾക്ക് ട്രാൻസാക്ഷണൽ റൂട്ട് മെസ്സേജസ് അയക്കുന്ന സമയത്ത് നമുക്ക് SMS റിസീവ് ആവാം. സെൻഡർ ID എന്ന് പറഞ്ഞാൽ നമ്മുടെ SMSൽ നമുക്ക് സെൻഡ് ചെയ്ത ആളുടെ നമ്പർ വരുന്ന അവിടെ ജസ്റ്റ് ഒരു 6 ലെറ്റർ ഷോർട്ട് നെയിം ആയിരിക്കും വരുന്നുണ്ടാവുക. ഞാനത് സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട്, നോക്കൂ. അതേപോലെ തന്നെ പ്രൊമോഷണൽ മെസ്സേജസ് ആണെന്നുണ്ട് പറഞ്ഞാൽ സെൻഡർ IDയുടെ പകരമായിട്ട് നമുക്ക് ജസ്റ്റ് വെറും നമ്പേഴ്സ് മാത്രമാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡിഫറൻസ്. അതേപോലെ തന്നെ നമ്മുടെ പാനലിൽ വരികയാണെന്ന് വെച്ചാൽ ഡാഷ്ബോർഡിൽ ഇത്തരം ഇൻഫർമേഷനാണ് നമുക്ക് ഉണ്ടാവുക. പുതുതായിട്ട് നമ്മൾ സെൻഡർ ID അപ്രൂവൽ നമ്മൾ DLT പാനലിൽ നിന്ന് എടുത്തു കഴിഞ്ഞ് വെച്ചാൽ നമ്മൾ ആദ്യം പോയി ഈ ഒരു ഓപ്ഷനിൽ കയറി നമ്മൾ കൺട്രിയും അതുപോലെ തന്നെ നമ്മുടെ ഹെഡറും അതെല്ലാം കൊടുത്ത് ജസ്റ്റ് നമ്മുടെ കമ്പനി നെയിമും ബ്രാൻഡ് നെയിമും കൊടുത്ത് നമ്മളിവിടെ സേവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് വെച്ചാൽ ഇവിടെ നമ്മുടെ PERTMP എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെൻഡർ ID പോലെ തന്നെ നമ്മൾക്ക് ഇവിടെ രജിസ്റ്റർ ആയി കിടക്കും. അതേപോലെ തന്നെ നമ്മുടെ പാനലിൻ്റെ ഉള്ളിൽ ഫോൺ ബുക്ക് നമുക്ക് അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ടെന്നുണ്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു എക്സലിലാക്കിയിട്ട് കംപ്ലീറ്റ് നമ്പേഴ്സ് എക്സലിലാക്കിയിട്ട് ഇതിലേക്ക് അപ്ലോഡ് ചെയ്തിടാവുന്നതാണ്. അപ്ലോഡ് ചെയ്ത് ഇട്ട് കഴിഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് എല്ലാ സമയത്തും ക്യാമ്പയിൻ ചെയ്യുന്ന സമയത്ത് എക്സൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഫോൺ ബുക്കിൽ നിന്ന് നമ്മുടെ കോൺടാക്ട്സ് സെലക്ട് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഏതെങ്കിലും കോൺടാക്റ്റ് ഉള്ള ആൾക്കാർക്ക് SMS പോണ്ട എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആ ഒരു നമ്പർ മാത്രം നമുക്ക് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത് വെക്കാം. ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഗ്രൂപ്പിൽ അറിയാതെ പോലും അവരുടെ നമ്പർ വന്നാൽ പോലും ആ നമ്പറിലോട്ട് SMS ഡെലിവർ ആവില്ല. ദെൻ സെൻഡ് SMS എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിലാണ് നമ്മൾ ക്യാമ്പയിൻ നമ്മൾ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ട്രാൻസാക്ഷൻ റൂട്ടിലാണ് ബാലൻസ് ഉള്ളത്. അപ്പോൾ ഞാൻ ട്രാൻസാക്ഷൻ റൂട്ടാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ കൺട്രി നമ്മൾ ഇന്ത്യ ചൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ വേൾഡ് വൈഡ് SMS നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ അതുകൊണ്ട് കൺട്രി ഇന്ത്യ നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കുകയാണ്. ദെൻ നമുക്ക് രജിസ്റ്റർ ചെയ്ത് കിട്ടിയിട്ടുള്ള DLT പ്ലാറ്റ്ഫോമിൽ നമുക്ക് രജിസ്റ്റർ ചെയ്ത് കിട്ടിയിട്ടുള്ള സെൻഡർ ID ആണ് നമ്മളിവിടെ കാണുന്നത്. അതേപോലെ തന്നെ ഇവിടത്തേക്ക് നമ്മൾക്ക് നമ്പർ നമ്മൾക്ക് താഴത്തേക്കായിട്ടോ എല്ലാവരും വെച്ചാൽ ഇട്ടിട്ട് നമുക്ക് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു നമ്പർ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇനിയിപ്പോൾ രണ്ടാമത്തെ നമ്പർ വേണമെന്ന് വെച്ചാൽ എൻ്റർ കീ പ്രസ് ചെയ്തിട്ട് നമുക്ക് അടുത്ത നമ്പർ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് എക്സൽ ഫയൽസ് വല്ലതും ഉണ്ട് പറഞ്ഞു വെച്ചാൽ നമുക്ക് ഇതിലേക്ക് നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ടും പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഒരു എക്സൽ ഫയൽ അപ്ലോഡ് ചെയ്യാണ്. ആ എക്സൽ ഫയൽസിനെ ആദ്യം തന്നെ CSV സെപ്പറേറ്റ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫോർമാറ്റിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് വെച്ചാൽ ഇവിടെ ഞാൻ ഒരു സാമ്പിളായിട്ട് ഒരു തിങ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വെച്ചാൽ ജസ്റ്റ് ഞാൻ ആ ഒരു ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുത്തു. അപ്ലോഡ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിൽ മൊബൈൽ നമ്പർ കോളം സെലക്ട് മൊബൈൽ നമ്പർ കോളം എന്ന് പറയുന്നുണ്ട്. ഇതിൽ ഞാൻ B കോളത്തിലാണ് മൊബൈൽ നമ്പർ ഉള്ളത്. സോ ഞാൻ B കോളം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ നമുക്ക് ഈ കോൺടാക്ട് ഇൻഫർമേഷൻ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട്. പ്രോപ്പറായിട്ട് നോക്കുകയാണെന്ന് വെച്ചാൽ അപ്രോക്സിമേറ്റ് 10 കോൺടാക്ട്സ് ആണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള എക്സലിൽ നമുക്കുള്ളത്. അതാണ് നമുക്കിവിടെ 10 അപ്രോക്സിമേറ്റ് കോൺടാക്ട്സ് എന്നിട്ട് നമുക്ക് കാണിക്കുന്നത്.
ഇനി നമ്മൾക്ക് DLT ടെംപ്ലേറ്റ് ID, അതായത് നമ്മളൊരു ടെംപ്ലേറ്റ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ടെംപ്ലേറ്റ് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനൊരു ടെംപ്ലേറ്റ് ID ഉണ്ടാവും. ആ ഒരു ടെംപ്ലേറ്റ് ID നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓരോ ടെംപ്ലേറ്റിനും ഓരോ ടെംപ്ലേറ്റ് ID ഉണ്ട്. അതിൽ നമുക്ക് ഏത് ടെംപ്ലേറ്റ് ആണോ നമുക്ക് ആവശ്യം ആ ഒരു ടെംപ്ലേറ്റ് ID നമ്മൾ ഇതിലേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ എനിക്ക് കിട്ടിയിട്ടുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ് ഞാനിവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ വേണ്ട ടെംപ്ലേറ്റ് എൻ്റർ ചെയ്തെടുത്തിട്ട് ഇവിടെ ആഡ് ടെംപ്ലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ സേവ് ആക്കി വെക്കാൻ പറ്റും നമുക്ക് കിട്ടിയിട്ടുള്ള ടെംപ്ലേറ്റ്. ഇപ്പോൾ കറൻ്റ്ലി എനിക്ക് രജിസ്റ്റർ ചെയ്ത് കിട്ടിയിട്ടുള്ള ടെംപ്ലേറ്റ് ഇതാണ്. ഈ ഒരു ടെംപ്ലേറ്റ് ഞാൻ ഇവിടത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ടെംപ്ലേറ്റിൻ്റെ ID ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വെച്ചാൽ വേരിയബിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, കണ്ടോ, ഓപ്പൺ ബ്രാക്കറ്റ് /var/ക്ലോസ് ബ്രാക്കറ്റ്. ഇതാണ് ആക്ച്വലി ഒരു വേരിയബിൾ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു EMIക്ക് വേണ്ടിയിട്ട് ഒരു മെസ്സേജ് ഡ്രാഫ്റ്റ് ചെയ്യണം പറഞ്ഞാൽ വെച്ചാൽ ഡിയർ വിഷ്ണുവിൻ്റെ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഒരു വേരിയബിൾ കൊടുക്കും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെന്നുണ്ട് പറഞ്ഞു വെച്ചാൽ ഇവിടെ ചേഞ്ചസ് വരുന്ന പോർഷൻസിൽ നമ്മൾ വേരിയബിൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഫോർ മോർ ഇൻഫർമേഷൻ കോൺടാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് മൊബൈൽ നമ്പർ വെക്കുന്നവിടെ നമ്മൾ വേരിയബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ നമുക്ക് നാളത്തേക്ക് നമ്മുടെ കമ്പനി വേറൊരു മൊബൈൽ നമ്പറാണ് യൂസ് ചെയ്യുന്നുണ്ട് പറഞ്ഞു വെച്ചാൽ ആ മൊബൈൽ നമ്പർ നമുക്ക് ഇവിടെ മാറ്റി കൊടുക്കാനായിട്ട് പറ്റും. വേരിയബിൾ ഉള്ളവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ കറൻ്റ്ലി ഇങ്ങനെ ഒരു ടെംപ്ലേറ്റ് എടുത്തിട്ടുള്ളത് കൊണ്ട് ഈ വേരിയബിളിൻ്റെ പോർഷനിൽ മാത്രം ഞാൻ ജസ്റ്റ് ഹായ് വിഷ്ണു ഹൗ ആർ യു എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു. ഇവിടെ ജസ്റ്റ് ഞാൻ എന്നെ കോൺടാക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു നമ്പറും കൂടെ 13. ഇവിടെ നമ്മൾ ഒരു വേരിയബിൾ എന്ന് പറയുന്നത് നമുക്ക് 30 ക്യാരക്ടറാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. ഒരു വേരിയബിളിൻ്റെ അവിടെ നമുക്ക് 30 ക്യാരക്ടേഴ്സ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അത് എന്ത് വേണമെങ്കിലും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അവിടത്തേക്കാണ് ഞാനിവിടെ നമ്മുടെ കോണ്ടൻറ്റ് എഴുതി കൊടുത്തിരിക്കുന്നത്. ദെൻ ക്യാമ്പയിന് വേണ്ടിയിട്ടുള്ള ഒരു നെയിമും കൂടെ കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ SMS ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഞാനിവിടെ നെയിം കൊടുക്കുന്നത്. നെയിം കൊടുത്തതിന് ശേഷം നമുക്ക് സെൻഡ് SMS നൗ എന്ന് കൊടുത്തു കഴിഞ്ഞ് വെച്ചാൽ നമുക്ക് SMS സെൻഡ് ആവും. അതേപോലെ തന്നെ നമുക്ക് SMS സ്കെഡ്യൂൾ ചെയ്യണം വെച്ചാൽ സ്കെഡ്യൂൾ ചെയ്യാനായിട്ട് പറ്റും. സ്കെഡ്യൂൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് നമ്മളിവിടെ പ്രോപ്പറായിട്ടുള്ള ഡേറ്റും ടൈമും കൊടുത്തു കഴിഞ്ഞ് വെച്ചാൽ നമുക്ക് സ്കെഡ്യൂൾ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇവിടെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ വെച്ചാൽ ഫ്ലാഷ് മെസ്സേജ് ആയിട്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. ഫ്ലാഷ് മെസ്സേജസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്പൺ ആവാതെ തന്നെ നമുക്ക് മെസ്സേജസ് റിസീവ് ആവുന്നതാണ് ഫ്ലാഷ് മെസ്സേജസ്. നമുക്ക് അത് ഇൻബോക്സിൽ കിട്ടണം പറഞ്ഞാൽ ജസ്റ്റ് ആ ഫ്ലാഷ് മെസ്സേജ് സേവ് ചെയ്താൽ മാത്രമേ നടക്കുള്ളൂ. ഇതിൽ നമ്മൾ ഇത്രയും കൊടുത്തതിന് ശേഷം ബാക്ക് ടു സെൻഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് നമ്മളിവിടെ സെൻഡ് ചെയ്യാണ്. സോ കറൻ്റ്ലി ഒരു നമ്പറിലേക്ക് മാത്രമേ ഞാൻ സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ജസ്റ്റ് ഞാൻ ഇതിനെ റിമൂവ് ചെയ്തു ഒരു നമ്പറിലേക്ക് കൊടുത്തു. അപ്രോക്സിമേറ്റ് 1 കോൺടാക്ട്സ് കൊടുത്തിട്ട് ഞാനിവിടെ SMS സെൻഡ് ചെയ്യാണ്. സെൻഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് SMS സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിൽസ് നമുക്ക് കാണിക്കും. ദെൻ ഇവിടെ നമ്മൾ ലോഗ്സിൽ നോക്കിക്കഴിഞ്ഞാൽ വെച്ചാൽ നമ്മൾ ലാസ്റ്റ് അയച്ചിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ വെച്ചാൽ ഡെലിവറി ടൈം ഉൾപ്പെടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് SMS ഡെലിവറി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ SMS എന്തെങ്കിലും കാരണവശാൽ ഫെയിൽഡ് ആയിട്ടുണ്ട് വെച്ചാൽ ആ ഇൻഫർമേഷനൊക്കെ നമുക്ക് ഈ ഒരു ഡെലിവറി റിപ്പോർട്ടിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു SMS ക്യാമ്പയിൻ നമ്മൾ റൺ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ കസ്റ്റം SMS ആയിട്ട് നമ്മൾക്ക് അയക്കാനായിട്ട് പറ്റും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ സെൻഡ് കസ്റ്റം SMS എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ കൊടുക്കാം. കൊടുത്തതിന് ശേഷം നമ്മൾക്ക് വേണ്ട ഫയൽ നമുക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം. ഫയൽ ഞാൻ ജസ്റ്റ് ഒന്ന് CSV ഫയൽ ഫോർമാറ്റിലായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തു. അപ്ലോഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ മൊബൈൽ നമ്പർ കോള് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. ദെൻ ഇവിടെ കോണ്ടൻറ്റ് നമ്മൾ ടെംപ്ലേറ്റ് എടുത്ത പോലെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹായ് വിഷ്ണു എന്ന് പറഞ്ഞിട്ടുള്ള ടെംപ്ലേറ്റ് ആണ്. ഇവിടെ നമുക്ക് വിഷ്ണു എന്ന് പറഞ്ഞിട്ടുള്ള നെയിമാണ് വരേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഇൻസേർട്ട് വാല്യൂ എന്താണ്, ജസ്റ്റ് നമ്മുടെ ഇവിടുത്തെ എ കോളം ചൂസ് ചെയ്ത് കൊടുക്കാം. ദെൻ യുവർ രജിസ്റ്റേർഡ് മെയിൽ IDs, അതിൽ മെയിലാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മെയിൽ ID ഞാനിവിടെ ഇമെയിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നു. ആൻഡ് താങ്ക്സ് ഫോർ
താങ്ക്സ് ഫോർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ജസ്റ്റ് ഒരു മെസ്സേജ് വെച്ചു. നമുക്ക് ക്യാമ്പയിൻ കൊടുത്തിട്ട് നമ്മൾ ഇത് പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രിവ്യൂ ആൻഡ് സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ആൾക്കാർക്കും അവരവരുടെ പേരിലായിരിക്കും വരുന്നുണ്ടാവും. ഇപ്പോൾ ഹായ് സൗമ്യ, ഹായ് ഫർഷ, ഹായ് ഹിബാദ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോ നെയിമിൽ അവർക്ക് വേണ്ട അവരുടെ മെയിൽ ഐ ഡി സെപ്പറേറ്റ് മെയിൽ ഐ ഡി വെച്ചിട്ട് നമുക്ക് പോകും. ഇത് നമ്മൾ സ്റ്റാർട്ട് SMS പ്രോസസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവരവരുടെ പേരിൽ അവരവരുടെ മെയിൽ ഐ ഡി വെച്ചിട്ട് നമുക്ക് SMS റിസീവ് ആവുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു കസ്റ്റം SMS നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് API കണക്ടിവിറ്റിയും അവൈലബിൾ ആണ്. API കണക്ടിവിറ്റി നമ്മൾ യൂട്ടിലൈസ് ചെയ്യാം. API കണക്ടിവിറ്റിയിൽ നമുക്ക് ഓതറൈസേഷൻ കീ ഒക്കെ വെച്ചിട്ട് നമുക്ക് API നമുക്ക് സെറ്റപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. API എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുന്നത് എന്നുള്ളത് അറിയണമെന്നുണ്ട് പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെച്ചാൽ നമ്മളൊരു വീഡിയോ ആയിട്ട് നമ്മൾ API സെറ്റപ്പ് ചെയ്യുന്നത് നമ്മളിടും. ഈ APIൻ്റെ ഉപയോഗം എന്താണെന്നുണ്ട് പറഞ്ഞു വെച്ചാൽ SMS ഇൻ്റഗ്രേഷൻ നമ്മൾ ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ നമ്മൾ നടത്തുകയാണെന്നുണ്ട് പറഞ്ഞാൽ ഓരോ ബില്ല് ചെയ്യുന്ന സമയത്തും ആ പർട്ടിക്കുലർ കസ്റ്റമർക്ക് ഒരു താങ്ക്സ് മെസ്സേജസ് പോകുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ ഇൻവോയ്സ് അല്ലെങ്കിൽ അവരുടെ എമൗണ്ടൊക്കെ അവർക്ക് SMS ആയിട്ട് പോകുന്ന രീതിയിൽ നമുക്ക് API ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ വെബ്സൈറ്റുകളിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ജസ്റ്റ് OTP ഇപ്പോൾ ഫോർ എക്സാമ്പിൾ OTP വരാനായിട്ട് നമുക്ക് കൊടുക്കാം. ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് രജിസ്റ്റർ ചെയ്യുമ്പോൾ OTP വരാനായിട്ട്, അതുപോലെ തന്നെ പാസ്വേഡ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് OTP വരാനായിട്ട്, അങ്ങനെയുള്ള പ്രോസസ്സിനൊക്കെ നമുക്ക് വേണമെന്നുണ്ട് പറഞ്ഞു വെച്ചാൽ ഈ ഒരു API കണക്ടിവിറ്റി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഓട്ടോമേഷൻ ടൂളിൽ നമ്മൾക്ക് ഈ ഒരു API കണക്ടിവിറ്റി യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ ഒരു ലീഡ് ജനറേറ്റ് ആയി കഴിഞ്ഞാൽ വെച്ചാൽ അപ്പോൾ തന്നെ ആ കസ്റ്റമറിൻ്റെ മൊബൈൽ നമ്പറിലേക്ക് ഒരു മെസ്സേജസ് റിസീവ് ആവുന്ന രീതിയിലൊക്കെ നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. അതിനും നമ്മൾ ഈ ഒരു API കണക്ടിവിറ്റി യൂസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾക്കൊരു SMS ക്യാമ്പയിൻ്റെ ഡാഷ്ബോർഡ് അല്ലെങ്കിൽ ഒരു ഇൻ്റർഫേസ് നമ്മൾ ക്യാമ്പയിന് വേണ്ടിയിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ SMS മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം.